എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കണേ. മലയാളികളെ മൊത്തം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ കുറേ മലയാളികൾ ഷാഹിദ് അഫ്രീദിനെ വിളിച്ചു കൊണ്ടുവന്ന് ഗസ്റ്റായി അയാളെ ആദരിച്ച് അയാൾക്ക് ഗിഫ്റ്റും കൊടുത്ത് പറഞ്ഞയച്ചിരിക്കും. കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ ഷാഹിദ് അഫ്രീദിക്ക് വന്നൂടെ, പോയിക്കൂടെ, ദുബായിലല്ലേ, ദുബായിലുള്ള മലയാളികളല്ലേ. വിഷയം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഷാഹിദ് അഫ്രീദി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓൾമോസ്റ്റ് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സീസ് ഫയറൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ഡൗൺ ആയി എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഇന്ത്യ ഓബിയസ്ലി നമ്മളുടെ വിക്ടറി ആഘോഷിക്കും. കാരണം അത്രത്തോളം നമ്മൾ അവന്മാരെ കയറി അടിച്ചിട്ടുണ്ട് പിച്ചസ്ഥാനം. ഇവന്മാർ റോഡിലിറങ്ങി കാണിച്ച പന്നി ഷോ അത് ലീഡ് ചെയ്തത് ഈ ഷാഹിദ് അഫ്രീദിയാണ്. ഷാഹിദ് അഫ്രീദി ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അയാളെ ഓബിയസ്ലി ആസ് എ പ്ലെയർ അയാളുടെ ടാലൻറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ഇന്ത്യക്കാരും ഇഷ്ടപ്പെടും, ബാക്കി രാജ്യത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടും. അയാളെ ടാലൻറ്റഡാണ്. ബുംബും അടി സിക്സ് അടി നല്ല കിണ്ണം ലെഗ് സ്പിന്നർ, നല്ല സ്പീഡിൽ വലിച്ചെറിയുന്ന ലെഗ് സ്പിന്നർ. ഇന്ത്യക്കെതിരെ കളിക്കുന്ന സമയത്ത് ഓബിയസ്ലി സിക്സ് അടിക്കുമ്പോഴും വിക്കറ്റ് എടുക്കുമ്പോഴും ദേഷ്യവും വരും. ഇപ്പം കംപ്ലീറ്റ്ലി വെറുത്തു പോയി ഈ മലരന്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ എത്ര പേര് ഈ ഒരു വിഷയം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇവനാണ് പാകിസ്ഥാനിൽ റോഡ് ഷോ നടത്തിയത്. ഇന്ത്യൻ ആർമിയെ ഇവൻ വളരെ മോശമായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ PM-നെ, പ്രധാനമന്ത്രിയെ വളരെ മോശമായിട്ട് പറഞ്ഞു. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നൊക്കെയാണ് ഇവനന്ന് പാകിസ്ഥാൻ മീഡിയ വഴി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ വിക്ടറി ആഘോഷമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് ടൗസറും കീറിയിരുന്ന പാകിസ്ഥാന് വിക്ടറി സെലിബ്രേഷൻ നടത്തിയ മുതലാണ് ഈ ഷാഹിദ് അഫ്രീദി. ഇനി നമ്മളെ നാട്ടിലാണ് ഈ ഭീകരവാദികൾ കയറിയിട്ട് ഈ അക്രമം കാണിച്ചത്. നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ഇവൻ ആ ഭീകരതയെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ പരനാറി മോൻ എന്ത് ചെയ്തത്, റോട്ടിലിറങ്ങി ഷോ കാണിച്ച് ഇന്ത്യനെയും കുറ്റം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരുത്തനെ, അതും മലയാളികൾ അവരുടെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടും മാനക്കേടും അല്ലേ. അല്ലെങ്കിലേ കുറേ ആൾക്കാർക്ക് മലയാളികളോട് കുരുവാണ് ഇവിടെ. ഇതും കൂടി ആയപ്പോൾ നാഷണൽ മീഡിയ വെച്ചടിക്കുകയാണ്. നാഷണൽ മീഡിയ വെച്ചടിക്കുക എന്ന് പറഞ്ഞാൽ കേരള കമ്മ്യൂണിറ്റി ഇൻ ദുബായ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, കേരള കമ്മ്യൂണിറ്റി ഇൻ ദുബായ്. അപ്പോൾ സംഭവം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ക്യൂബ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ, അതാണ് ക്യൂബ. ഇവരുടെ എനിക്ക് തോന്നുന്നു അലുമിനിയാണ്. ഓക്കെ, 2024-2025 ഓക്കെ, അവരുടെ ക്യൂബ ടീമിൻ്റെ ഈ ഒരു അലുമിനി പ്രോഗ്രാമിന് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഈ 2 പേരെയാണ് ഇവരവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇന്ത്യ പിച്ചസ്ഥാൻ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിടയിൽ ഈ ഷാഹിദ് അഫ്രീദി ഇവൻ ഇപ്പം മാത്രമല്ല പല സാഹചര്യത്തിൽ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഓക്കെ, ക്രിക്കറ്റൊക്കെ കഴിഞ്ഞു. പാകിസ്ഥാൻ്റെ ഒരു പൊളിറ്റിക്കൽ സാധനം നമുക്കറിയാം. ക്രിക്കറ്റേഴ്സ് അവരുടെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള എത്രയോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവൻ്റെ ആവശ്യം അതാണ്, ഷാഹിദ് അഫ്രീദിൻ്റെ ആവശ്യം അതാണ്. ഇന്ത്യനെ എന്തൊക്കെ കുറ്റം പറഞ്ഞും ഇന്ത്യക്കാരെ എന്തും പറഞ്ഞും പാകിസ്ഥാനികളുടെ ഇടയിൽ ഒരു ഹീറോ ആവണം, ഇതാണ് ഇവൻ്റെ ആവശ്യം. അതിനാണ് ഷോ കാണിച്ച് റോഡ് ഷോ നടത്തിയത്. അപ്പം അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാമിന് കയറ്റിയിട്ട് പാട്ടും പാടി പ്രൈസും കൊടുത്ത് വിടുന്ന എടി ഞാൻ പറയുന്നത് കണ്ട് ഭ്രാന്ത് പിടിച്ചു പോയി സത്യത്തിൽ. ഓക്കെ, ഇനി ആ ഒരു വിഷ്വൽസ് ഞാനിവിടെ എന്താണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് തരാം. ഇവൻ ഇന്ത്യനെ കുറിച്ച് പറയുന്ന വിഷ്വൽസ് ഒന്നും ഞാൻ ഇവിടെ സൗണ്ടിൽ ഞാൻ വെക്കുന്നില്ല, വോളിയം വേണ്ട, അവിടെ ഇരുന്ന് പറയട്ടെ. എന്താണെങ്കിലും ഈ കാണുന്ന ആളുകളാണ് ഈ ക്യൂബ കമ്മിറ്റി 2024-2025 കമ്മിറ്റി ടീം. ഓക്കെ, അപ്പോൾ ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, ഇവൻ വേറൊരു പ്രോഗ്രാമിനവിടെ വന്ന സമയത്ത് ഇവനെ കണ്ട ടൈമിൽ ഇവൻ എവിടെ പ്രോഗ്രാമിന് കൊടുന്ന് കയറ്റിയാൽ പിന്നെ ഷാഹിദ് അഫ്രീദി അവിടെ പോണ വഴിക്കുന്ന മോനെ വാന്ന് പറഞ്ഞാൽ വന്ന് കയറില്ലേ. ഇവൻ ആനയിച്ച് ആരതി കൊടുത്ത് കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ ഉണ്ടടേ, മനസ്സിലായ? ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പം വന്നിട്ട് പറഞ്ഞതും അവിടെ എന്താ ഉണ്ടായെന്നുള്ളതും.
लोग आप बोल रहे मैं आप लोगों के पास इसलिए आया हूँ कि मैं ट्रैवल बहुत करता हूँ और केरला के लोग मुझे इतने प्यार से इतनी इज्जत से मिलते हैं, इतना प्यार करते हैं। मैं तो कभी बार यूट्यूब पे केरला की वीडियो देखता हूँ, खाने नहीं बनते हैं। और मुझे अच्छा लगा आप सबका कि पाकिस्तान एसोसिएशन के अंदर आप लोग सारे आए हैं और हम लोग ग्राउंड में क्रिकेट खेलते थे, लेकिन ग्राउंड से बाहर हम सब एक ही इंसान എന്താല്ലേ, ക്രിക്കറ്റ് കഴിഞ്ഞു. ക്രിക്കറ്റിലൊക്കെ നമുക്ക് ചെറിയ ഇതാണ്. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. കേരളം എനിക്കിഷ്ടമാണ്, മലയാളികൾ എനിക്കിഷ്ടമാണ്, ഭയങ്കരമായിട്ടുള്ള തള്ളു. എന്നിട്ടാണോടാ മോനെ നീ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആ ടൈമിൽ റോഡ് ഷോ നടത്തിയ സമയത്ത് നമ്മളെ ആർമീനെയും നമ്മളെ ഒരു എന്താ പറയുക ഇന്ത്യയിലെ പരമപുച്ഛവും പരിഹാസമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താ എനിക്ക് അറിയില്ലേ കേരളം ഇന്ത്യയിലായിരുന്നു എന്നുള്ളത്? ഇന്ത്യയിലൊരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് എനിക്ക് അറിയില്ലേ? അപ്പോൾ ഇതെന്താ പറയുക, ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യവും കുരുപൊട്ടലും ഉണ്ട്. എനിക്ക് പച്ചത്തറിയാണ് എൻ്റെ വായിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ചിലർ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീലിട്ട സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എബ്രോഡ് ജീവിക്കുന്നവരാണ്, എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലാണ്, ഞങ്ങൾ അപ്പുറത്തുള്ളത് പാകിസ്ഥാനി ആയിരിക്കും, ഇപ്പുറത്തുള്ളവർ പാകിസ്ഥാനി ആയിരിക്കും, ഞങ്ങളൊപ്പം ഭക്ഷണം കഴിക്കും. ചെയ്തോ, ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ലോകം മൊത്തം കാണുക കേൾക്കെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ്, നമ്മളെ മിലിറ്ററിയെ പറഞ്ഞ്, നമ്മളെ രാജ്യത്തിനെ പറഞ്ഞ് അവൻ്റെ രാജ്യമാണ് ഏറ്റവും അടിപൊളി. ഓക്കെ, ആർക്കും വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ രാജ്യം അടിപൊളി എന്ന് പറയും, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. ഓൻ്റെ രാജ്യം അടിപൊളി എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിപ്പറഞ്ഞ് നമ്മളെ ഒരുമാതിരി മറ്റോടതയാക്കിയിട്ടുള്ള വർത്താനം പറഞ്ഞുള്ള ഷാഹിദ് അഫ്രീദി ഓനെ എന്തിനാണ് ഒരു മലയാളികളുടെ ഇന്ത്യക്കാരെ പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം? അതും ഇത് ഒന്നും അറിയാത്തവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇത് അത്യാവശ്യം പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് കൊടുത്ത് ഇറങ്ങി വന്ന് അലുമിനി ആഘോഷിക്കുന്ന എഞ്ചിനീയർമാർക്ക് ഈ ലോകത്ത് നടക്കുന്നതൊന്നും അറിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ടെൻഷൻ അവർക്ക് അറിയില്ല. ഈ ഷാഹിദ് അഫ്രീദി കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരം അവർക്ക് അറിയില്ല. ഒന്നും അവർക്ക് അറിയില്ല. എന്തെന്നാടേ ഇത്? അപ്പം അങ്ങനെയുള്ള ഒരു ഷാഹിദ് അഫ്രീദി, ഇപ്പോൾ ഉമ്മർഗുള് വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, ഈ ഷാഹിദ് അഫ്രീദി കാണിച്ച പോലത്തെ ഒരു മറ്റേ തന്തല്ലാത്ത പരിപാടി ഉമ്മർഗുള് പ്രത്യക്ഷത്തിൽ കാണിച്ചില്ല, മനസ്സിനകത്ത് കാണുമില്ല, നമുക്ക് അറിയാനും പാടില്ല. പക്ഷെ ഇവൻ ചെയ്തടേ, ഇവൻ അത് മാത്രമല്ല, ഇവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരുത്തനാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളെ രാജ്യത്തിനെതിരെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ ഉണ്ടായ സമയത്ത് അവിടെ ഇരുന്നിട്ട് അടിച്ചടിച്ച് വിടായിരുന്നു ഇവൻ. അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അത് മലയാളികളെ മൊത്തത്തിൽ പറപ്പിച്ചളഞ്ഞോണ്ടേ നിങ്ങൾ? അങ്ങനത്തെ ഒരുത്തനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധം എന്തോ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലേ? ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവൻ്റെ പ്രൊഫൈൽ ഷാഹിദ് അഫ്രീദിൻ്റെ. നമ്മളെ രാജ്യത്തിനെ പറഞ്ഞ് നമ്മളെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും അക്കൗണ്ട്സ് കളഞ്ഞ കൂട്ടത്തിൽ ഇവൻ്റെയും പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവൻ ഏതാ ലെവലിൽ പോകുന്നത്. അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഈ അവസ്ഥ കാണിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ് എനിക്കറിയാത്തത്. ഇനി ഇത് വിവാദമായി. അപ്പോൾ ഈ ക്യൂബേൻ്റെ ടീം ഒരു ക്ലാരിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവരാദ്യം ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് കൂടി പോകുന്ന ഷാഹിദ് അഫ്രീദിനെ വിളിച്ചോടുന്നതായിരുന്നു. പക്ഷെ ക്ലാരിഫിക്കേഷൻ ഭൂലോക കോമഡിയാണ് മക്കളെ. ക്ലാരിഫിക്കേഷൻ എന്താ വെച്ചെങ്കിൽ, ക്യൂബ ക്ലാരിഫൈസ് അൺപ്ലാൻഡ് അപ്പിയറൻസ് അറ്റ് അവർ റീസെൻറ്റ് ഇവൻറ്റ്. ആരാണ് ഈ അപ്പിയർ ആയതെന്നൊന്നുമില്ല. ക്യൂബ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി വേണം. ഞങ്ങൾ കേട്ടോ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി ക്യൂബ ഓർഗനൈസേഴ്സ് ഓഫ് ദി ഇന്റർ കോളേജ് ഡാൻസ് കോമ്പറ്റീഷൻ ഓർമ്മ ചുവടുകൾ സീസൺ 2 വുഡ് ലൈക്ക് ടു formally address recent concerns regarding the presence of two prominent cricketers from a neighboring country at our event held on May 25th, 2025 at PAD Dubai.
ഇതിനകത്ത് ക്രിക്കറ്റേഴ്സിൻ്റെ പേരില്ല. ഷഹീദ് അഫ്രീദി, ഉമ്മർ ഗുൾ എന്ന് പറയാനുള്ള മാർക്ക് ഇവന്മാർക്കില്ല. പിന്നെ നൈബറിങ് കൺട്രി ഇഷ്ടംപോലെ ഉണ്ട്. മനസ്സിലായോ? ബംഗ്ലാദേശ് ഉണ്ട്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇത് ഏത് നൈബറിങ് കൺട്രി പറയണം? നൈബറിങ് കൺട്രി ശ്രീലങ്ക ക്രിക്കറ്റ് കളിക്കുമല്ലോ. ഏത് പ്ലേയേഴ്സ്? പ്ലേയേഴ്സിൻ്റെ പേരുമില്ല, രാജ്യത്തിൻ്റെ പേരില്ല. പിച്ചസ്ഥാൻ എഴുതണം ഇവിടെ. എന്താ എഴുതാൻ നാക്ക് പൊന്തില്ല. അതിന് കാരണമുണ്ട്. അത് എഴുതാൻ പറ്റില്ലല്ലോ ഇവർക്ക്. കാരണം ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഈ ഇവൻ്റ് ഹെൽഡ് ചെയ്തിട്ടുള്ളത് PAD ദുബായിലാണ്. പാക് അസോസിയേഷൻ്റെ ഹാളാണിത്. PAD അവിടെ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇത് എഴുതാൻ പറ്റുമോ? ബാക്കിയോട് വയ്ക്കുക. ക്ലാരിഫിക്കേഷൻ ആൻഡ് ക്ലാരിറ്റി ആണ് കേട്ടോ. കളിക്കാരൻ്റെ പേരുമില്ല, രാജ്യവുമല്ല. ശത്രു രാജ്യം പിച്ചസ്ഥാൻ. എഴുതാനുള്ള കെൽപ്പ് വേണം, അതില്ല. അടുത്തത്, വി ഹാഡ് ഒഫീഷ്യലി ബുക്ക്ഡ് ആൻഡ് അനൗൺസ്ഡ് PAD ദുബായ് ആസ് ദി വെന്യൂ ഫോർ അവരുടെ പ്രോഗ്രാം സീസൺ 2 ഓൺ April 5th, 2025, well before the recent geopolitical tension between India and a neighboring nation began. ഇന്ത്യ എന്ന് എഴുതാൻ പറ്റി അല്ലേ? ഇന്ത്യ എന്ന് എഴുതാൻ പറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ PAD ദുബായ്, അത് പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഈ ഹാള്, അത് ഇന്ത്യയും പിന്നെ നൈബറിങ് കൺട്രി പിച്ചസ്ഥാൻ എന്നുള്ളത് എഴുതാൻ നിങ്ങൾക്ക് ഇത്ര ഭയം? അപ്പോൾ ഇവർ എഴുതിയിട്ടുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പിച്ചസ്ഥാൻ. അവരെഴുതിയതല്ല, പിച്ചസ്ഥാൻ ഞാൻ ഇട്ടതാണ്. അതായത് ഇവർ ഈ പ്രോഗ്രാം April 5, 2025 ഇവർ ഇത് ഓർഗനൈസ് ചെയ്യാൻ റെഡിയാക്കിയതാണ് ഈ ഹാള്. ഓക്കെ, അന്ന് ഇവർ തീരുമാനിച്ചതാണ്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇല്ല എന്നുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എത്ര കാലമായി? ഇപ്പോഴും ഇല്ലേ? ഇത് കഴിഞ്ഞു പോയോ? ഇത് എൻജിനീയർമാർ തന്നെയാണോ ഈ സാധനം എഴുതി വിട്ടത്? അതോ ഇത് ഏത് പേടിത്തൂറിയാണ് ഇത് എഴുതി വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, the same venue was used for season 1 last year due to its affordability. കുറച്ച് കാശ് കുറവായതുകൊണ്ട് പാകിസ്ഥാൻ്റെ സാധനം ഞങ്ങളുകൊണ്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ സീസൺ 3 ഞങ്ങൾ കുറച്ച് കാശ് കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉപയോഗിക്കും. അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹാൾ എന്ന് പറയില്ല, PAD ദുബായ് എന്ന് പറയും. പിന്നെ രാജ്യത്തിൻ്റെ പേരും ഞങ്ങൾ പറയില്ല, ഇന്ത്യൻ്റെ പേര് ഞങ്ങൾ എമ്പാടും പറയും. എന്ത് മക്കളാണ് ഇതൊക്കെ? At the time of our event, the diplomatic tension had already eased. ആണോ? ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസായോ? എൻ്റെ അറിവിൽ ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസായിട്ടില്ല. ഇപ്പോഴും 2 ദിവസങ്ങൾക്ക് മുമ്പ് മോക്ക് ഡ്രിൽ നടത്തണമെന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റിൽ ഇൻഫർമേഷൻ ആൻഡ് ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ലേ? എപ്പോഴാണ് ഇവിടെ ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഈസായത്? ഞങ്ങൾ ഇവിടെ ഇന്ത്യയിലിരിക്കുന്നത് നമുക്കറിയാം, പുറത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് അറിയില്ലേ ഇവിടുത്തെ സിറ്റുവേഷൻ ഈസായിട്ടില്ല എന്നുള്ളത്? അല്ല, എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഇങ്ങനെ ഡിപ്ലോമാറ്റിക്കലി ഒരു ഭയങ്കര ടെൻഷൻ ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്? എന്തും എഴുതി വിടാമെന്നോ ഒരു രാജ്യത്തിൻ്റെ കാര്യം? ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് വെന്യൂ ഓൺ ഷോർട്ട് നോട്ടീസ് വി പ്രൊസീഡഡ് വിത്ത് ദ പ്രോഗ്രാം ആസ് ഷെഡ്യൂൾഡ് അറ്റ് PDA ദുബായ്. പ്രോഗ്രാം നിങ്ങൾ നടത്തിക്കോ, കുറച്ച് കാശ് കുറവിന് പാകിസ്ഥാൻ്റെ ആസനം തൂങ്ങാൻ വേണമെന്ന് നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമുള്ള കാര്യമില്ല. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ശരിക്കും നിങ്ങളിത് അവോയ്ഡ് ചെയ്യേണ്ട സാധനം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പേര് പോലും ഇവിടെ പറയാൻ പറ്റുന്നില്ല. On May 25, 2025, same day as our event, the aforementioned cricketers visited the same venue as part of the Guinness World Record for largest UAE flag with handprint. This is reported in a prominent UAE Gulf News article published on May 27th. The flag was displayed on the main center of the auditorium where our event was being conducted. അവിടെ വേറെ പ്രോഗ്രാമിന് വന്നോനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടണം, മനസ്സിലായോ?
അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഓൻ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ രാജ്യത്തിനെതിരെ എന്ത് പറഞ്ഞിട്ടുണ്ട്. ശത്രു രാജ്യത്തിരിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിലും ആ ഒരുത്തൻ്റെ ഇപ്പോഴത്തെ അവൻ എന്താണ് ഇപ്പോൾ, മനസ്സിലായോ? പബ്ലിക്കായിട്ട് ലോകം കേൾക്കെ ഇന്ത്യനെ തള്ളിപ്പറഞ്ഞ് കുറ്റം പറഞ്ഞൊരു മുതലിനെയാണോ വിളിച്ചു കൊണ്ടുവരിക? ഇനിയിപ്പോൾ ചിലർ പറയും അയ്യോ അവരൊന്നും ചിന്തിച്ച്, അതിനെ ഒരുത്തനെങ്കിലും ചിന്തിച്ച് കാണില്ല. ഒരുത്തനോ ഒരുത്തിയോ ചിന്തിച്ച് കാണില്ല. പാണ്ടിമേളം തപ്പും കൊട്ടെന്ന് പറഞ്ഞ ബാങ്കിനോട് പാട്ടിട്ട് കയറ്റി കൊണ്ടുവരിക, കൊള്ളാതെ പരിപാടി. As our program was conducting, the cricketers made an unannouncement and unsolicited appearance at our event, which was held in the same auditorium. We would like to categorically state that no member of our organization, team officials or alumni members invited them or coordinated with this appearance. Our officially published event schedule, which does not include these individuals as guests, further supporters this. Given the surprise nature of their visit, we were unable to restrict their access or manage the crowd response appropriately in the short span of time. We regret any confusion or inconvenience caused to attendance, appreciates and supporters due to this unplanned development. We deeply regret any hurt or offense our actions may have caused. It was never our intention and we sincerely apologize to those affected. We remain committed to maintain the culture and inclusive spirit of our nation. We appreciate the continued support and understanding of the wider community. Jai Hind. The organizing committee എന്ന് പറഞ്ഞിട്ട് അവരുടെ സീസൺ 2 ടീം എഴുതിയിട്ടൊരു സാധനമാണ്. അവർക്ക് പെട്ടെന്ന് കയറി വന്നത് ഷാഹിദ് അഫ്രീദി ഇങ്ങനെ പോകണോ, അയ്യോ എന്താ ഇത് കേരളത്തിലുള്ള കുറേ പിള്ളേർ ഇവിടെ വന്നിട്ട് നാടോടി നൃത്തവും പാട്ടും കളിക്കുന്നു, എന്നാ ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമർഗുളും ഷാഹിദ് അഫ്രീദി കൂടി കയറി വന്നതാണല്ലേ. അത് നമ്മൾ വിശ്വസിക്കണം. ഇത്തിരി നാണോ മാനോ ഉളുപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വന്നത് ഷാഹിദ് അഫ്രീദിയും ഉമർഗുള്ളും ആണെന്നും നൈബറിങ് നേഷൻ്റെ പേര് നമ്മുടെ ശത്രു പാകിസ്ഥാനാണെന്നുള്ളതും എഴുതാനുള്ള ഉറപ്പ് കാണിക്കേണ്ടിയിരുന്നു. അത് കാണിക്കാതെ ഇതൊക്കെ എന്ത് ക്ലാരിറ്റി, എന്ത് എക്സ്പ്ലനേഷൻ. എന്താണെങ്കിലും ഇവന്മാർ ചെയ്തത് ചെയ്തു. ഇപ്പം പാകിസ്ഥാൻ മീഡിയ ആഘോഷിക്കുകയാണ്. അവരുടെയൊക്കെ ആഘോഷം നിങ്ങൾ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇതിലൊക്കെ എഴുതി പിടിപ്പിച്ചത് നിങ്ങൾ വായിക്കുക. ദ ഇവന്റ് ടേൺ ഇൻ ടു എ മെമ്മറബിൾ ഡിസ്പ്ലേ ഓഫ് യൂണിറ്റി വിത്ത് ബോത്ത് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. Attendees taking photo and warmly shaking hands with Afridi and former Pakistan fast bowler Umar Gul, who was also invited to the event. അവർ പറയുന്നത് ഇൻവൈറ്റ് ചെയ്ത് വന്ന ആളുകളെ ബും എന്ന് പറഞ്ഞിട്ട് അഫ്രീദീനെ ആളുകൾ അവിടെ സ്വീകരിച്ചു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അവരാഘോഷിക്കുക. അവർ യൂണിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിക്കുക. എന്ത് യൂണിറ്റി? നമ്മളെ നാട്ടിലേക്ക് ഭീകരവാദം കുത്തിക്കലർത്തുന്നതാണോ യൂണിറ്റി? ഇപ്പം ആരാ സ്റ്റാറായേ? കഷ്ടം. ഇതിനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചു കൊടുത്തത് നമ്മളെ മലയാളികളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ദേഷ്യവും സങ്കടവും വരുന്നത്. ഇതിനിടയിൽ രാഹുൽ ഈശ്വരുടെ മനുഷ്യ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദുബായിൽ എനിക്കൊന്ന് ക്യൂബ എന്ന് പറയുന്ന അവരുടെ പേരുള്ള പരിപാടിക്ക് എന്താ വന്നത്? അവിടുത്തെ ബിടെക് അലൂമിനി അസോസിയേഷനാണ്. ഷാഹിദ് അഫ്രീദി അപ്പുറത്തൊരു പരിപാടിക്ക് വന്നു. ഷാഹിദ് അഫ്രീദി വന്നപ്പോൾ ഒരുപക്ഷെ ഷാഹിദ് അഫ്രീദി ഇങ്ങോട്ട് വിളിക്കാതെ വന്നു എന്നാണ് സംഘാടകർ പറയുന്നത്. മിക്കവാറും അത് പേടിച്ച് പറയുന്നതായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകണ്ട, ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകണ്ട എന്ന് പറയുന്നതായിരിക്കും. ഇവരപ്പുറത്ത് അഫ്രീദി വന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പരിപാടിക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഇതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനാണ് ഓർഗനൈസർ എങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഫൈറ്റായി. 26 പേര് നമ്മുടെ മരിച്ചു. നമ്മൾ ശക്തമായി തിരിച്ചടി കൊടുത്തു. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കം പാകിസ്ഥാന്റെ ഫ്ലൈറ്റുകൾ തകർത്തു. അവരെ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതാക്കി. ഇത് നമ്മൾ പറയുന്നതല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്ന വഴി ഇന്ത്യ വീണ്ടും ഞങ്ങളുടെ എയർപോർട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബേസുകൾ ആക്രമിച്ചത് ഇല്ലാതാക്കി. നമ്മളത് വിജയിച്ചു. നമ്മൾ അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നിലപാട് പറയാൻ ശശി തരൂറിനെയും ജോൺ ബ്രിട്ടാസ് MP-യെയും നമ്മുടെ മുഹമ്മദ് ബഷീർ സാറിനെയും OWൈസിയെയും അടക്കം ഒരുപാട് പേരെ, ശ്രീ OWൈസിയും അടക്കം ഒരുപാട് പേരെ അന്താരാഷ്ട്ര തലത്തിലേക്ക് അയച്ചു. ആ വിഷയം തീർന്നു. ഇനിയും ജീവിതകാലം മുഴുവൻ പാകിസ്ഥാനോട് വിരോധമൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. അടുത്ത വിഷയം ഉണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചടിക്കും. അതുകൊണ്ടല്ലേ ഇന്ത്യ പാകിസ്ഥാൻ ഒരുപാട് യുദ്ധങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോ നവാസ് ഷെരീഫിനെ കാണാൻ പോയപ്പോ നവാസ് ഷെരീഫിന്റെ അമ്മയ്ക്ക് ഡ്രസ്സ് വരെ മേടിച്ചുകൊണ്ട് പോയില്ലേ? എന്നിട്ട് നവാസ് ഷെരീഫിന്റെ അമ്മയുടെ കാല് തൊട്ട് എഴുതു. അത് നമ്മുടെ ഭാരതീയ സംസ്കാരം. ഭാരതത്തിന് സംസ്കാരം ഉള്ളത് കൊണ്ടും ഭാരതീയർക്ക് സംസ്കാരം ഉള്ളത് കൊണ്ടും ഇത്ര കാലം ഈ ശത്രു രാജ്യം പിച്ചസ്ഥാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് സംസ്കാരം ഇല്ലാത്തത് കൊണ്ടും തന്തല്ലാത്തരം കാണിക്കുന്നത് കൊണ്ടും ഇങ്ങോട്ട് നെഞ്ഞത്തേക്ക് കയറി ചൊറിയാണ്. എല്ലാം കഴിഞ്ഞു. എത്ര പെട്ടെന്ന് രാഹുൽ ഈശ്വർ ഇത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞേ. അവരൊരു 26 പേരൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞില്ല. എന്ത് കഴിഞ്ഞു എന്നാ പറയുന്നത്? സാമൂഹ്യ നിരീക്ഷക എന്താ കഴിഞ്ഞേ? എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ട് പോയത്. ഞാനാണെന്നുണ്ടെങ്കിലും ഷാഹിദ് അഫ്രീദിനെ വിളിച്ചു കൊടുത്ത് പെരയിലെടുത്ത് നല്ല ബീഫും കൂട്ടി തന്നെ തിന്നാൻ കൊടുക്കുക ചെയ്താളാ. അല്ല, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ ഈശ്വർ ഇത്ര സിമ്പിളായിട്ടുള്ള വർത്താനം തലയ്ക്കൊട്ടും കെട്ടിട്ട് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയ സമയത്ത് അവിടെ പോയിരുന്ന ഘോരഘോരം ഗുരു പറഞ്ഞ ആളാണ്. എന്നാൽ പിന്നെ അയ്യപ്പൻ കുറേ കാലമായല്ലോ അവിടെ നിത്യബ്രഹ്മചാരിയായിട്ടിരിക്കുന്നു. മൂപ്പർക്ക് എന്താ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ? കുറച്ച് പെണ്ണുങ്ങളൊക്കെ കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് സിമ്പിളല്ലേ കാര്യങ്ങൾ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പൊള്ളുമോ രാഹുൽ ഈശ്വറിന്? അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന് പൊള്ളുമോ? ഇവിടെ സ്വന്തം രാജ്യത്തിന്റെ പ്രശ്നമാണ്. സ്വന്തം രാജ്യത്തിനെതിരെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഷഹീദ് അഫ്രീദി സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ആർമിയെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു ഇത്തിരിയെങ്കിലും രാജ്യത്തിനോട് സ്നേഹം ഉറപ്പുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ എത്ര നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നത്. അയ്യയ്യേ, ഇതെന്താ അറിയോ? എപ്പോഴും ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കും, എല്ലാവരും പോണ വഴീനെ ഓപ്പോസിറ്റ് വഴി. എല്ലാവരും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പുറത്ത് വേറൊരാളെ സപ്പോർട്ട് ചെയ്യുക. അറ്റൻഷൻ സീക്കിങ് ആണോ ആശാനെ പ്രശ്നം? ഇത്ര സിമ്പിളായിട്ട് അത് പറഞ്ഞു കളയുന്നത്. ഈ നാഷണൽ മീഡിയ വരെ എടുത്തിട്ട് കൂട്ടിക്കാണ് മലയാളികളെ ഈ പേരിൽ കാണിച്ചു കൂട്ടിയതിന്. കഷ്ടം. ഇത് അങ്ങനെ ഒരു രാഹുൽ ഈശ്വർ ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ പലരും വരും. ഓക്കെ, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പലർക്കും അവരുടെ അഭിപ്രായം പറയാം. ഐ ഡോണ്ട് കെയർ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ ഉമർ ഗുളിൻ്റെ കാര്യം, കാരണം ഉമർ ഗുൾ അങ്ങനത്തെ ഒരു പ്രത്യക്ഷത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോ കാര്യങ്ങളോ നമ്മളെ അടുത്ത് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്യാം. ഉമർ ഗുളിൻ്റെ കേസ് പോലെ അല്ല ഷഹീദ് അഫ്രീദി. മനസ്സിലായോ? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വരെ തള്ളിപ്പറഞ്ഞൊരുത്തനാണ്. രാജ്യത്തിന് തള്ളിപ്പറഞ്ഞൊരുത്തനാണ്. ഇന്ത്യൻ ആർമിയെ തള്ളിപ്പറഞ്ഞൊരുത്തനാണ്. അങ്ങനത്തെ ഒരു പരനാറി ചെറ്റ തന്തയില്ലാത്തവനെ വിളിച്ചു കൊണ്ടുവന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറയും. ആ പറയുന്നതിന് ഇത്ര കൂളായിട്ട് വന്നിരുന്നിട്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഷഹീദ് അഫ്രീദി ക്രിക്കറ്റർ ആയിരുന്ന കാലത്ത് അയാളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ ആസ് എ ടാലന്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം അയാൾ പൊളിറ്റീഷ്യനാണ് അവിടെ. അയാളെ രാജ്യത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നത്. അപ്പം നമ്മളെ രാജ്യത്തിനെ സേഫ് ആക്കുക, അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തിനെ പ്രൗഡാക്കി അവരെ മുന്നിൽ നിർത്തുക എന്നുള്ളത് നമ്മുടെ പരിപാടിയാണ്. നമ്മൾ ചെയ്യണം. മനസ്സിലായോ? ഇതിങ്ങനെ കുറേ ആൾക്കാർ ഒരു വഴിക്ക്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്കെന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ടെമ്പർ കയറും. ക്ഷമിക്കുക. ഓക്കെ, ഞാൻ എന്താ ഈ വിഷയം പറഞ്ഞു വന്നപ്പോഴത്തേക്കും വെരി സോറി. നട്ടപ്പാതിരെ വീഡിയോയ്ക്ക് ഒരു വെൽക്കം പറഞ്ഞില്ല. കുട്ടികളോട് സുഖമാണോ എന്ന് ചോദിച്ചില്ല. സോ ഗൈസ്, സൈനിങ് ഓഫ്. യു ആർ ബാറ്റ് മാൻ.